കാളിക്കാവ് അടയ്ക്കാക്കുണ്ടിലെ നരഭോജി കടുവയെ കണ്ടെത്തി. മയക്കുവെടി വെക്കാനുള്ള ദൗത്യ സംഘം പുറപ്പെട്ടു. കേരള എസ്റ്റേറ്റിന് സമീപം മദാരി എസ്റ്റേറ്റിലെ എസ് വളവിലാണ് കടുവയെ കണ്ടത്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് കടുവയെ വെടിവെക്കാനുള്ള ശ്രമം തുടരുന്നത്. സ്വാലിഹുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. സ്വാലിഹ്, അതായത് ഈ കണ്ടെത്തിയത് ആ കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരണമുണ്ടോ? കടുവയെ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചു. ഇത് അടക്കാക്കുണ്ടിൽ അബ്ദുൽ ഗഫൂറിനെ ആക്രമിക്കുകയാണ് എന്നാണ് വനം വകുപ്പ്. 50ഓളം ക്യാമറകളാണ് ഇരുന്നത്. പിന്നീട് 5 ലൈവ് സ്ട്രീം ക്യാമറകൾ കൂടി കൊണ്ടുവന്നു. ചില 10 ക്യാമറകൾ കൂടി അധികമായി കൊണ്ടുവന്ന് ഇതിനെ നിരീക്ഷിക്കാനായി സ്ഥാപിച്ചിരുന്നു. ഇന്ന് ദൗത്യ സംഘം തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കടുവയുടെ ഇതിന്റെ കാൽപാദങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഈ സാന്നിധ്യം കേരള എസ്റ്റേറ്റിനോട് ചേർന്ന് ഏതാണ്ട് ഈ ആക്രമണം നടന്നതിൽ നിന്ന് 8 കിലോമീറ്ററോളം മാറി കണ്ണൻകൈ ഭാഗത്താണ് കണ്ടത്. 4 ടീമായി സംഘം നിരീക്ഷിച്ചു വരികയാണ്. മയക്കുവെടി വെക്കാനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാണ്. കുങ്കിയാനകൾ ഉൾപ്പെടെ 2 കുങ്കിയാനകളെ ഇതിനായി എത്തിച്ചിരുന്നത്. ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം കാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ കുങ്കിയാനകൾ ഉൾപ്പെടുന്ന ഈ കാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. കടുവ പോയ വഴിയിലെ കാൽപ്പാടുകൾ നോക്കിയാണ് ഇന്ന് പ്രധാനമായും പരിശോധന നടത്തിയിരുന്നത്. ഇപ്പോൾ എവിടെയാണ് ഈ കടുവ ഉള്ളത് എന്നത് സംബന്ധിച്ച് വനം വകുപ്പിന് ഒരു ഏകദേശ ധാരണയുണ്ട്. ആ ഭാഗത്ത് ഇനി കടുവയെ കണ്ടാൽ ഉടൻ മയക്കുവെടി വെക്കാനുള്ള നടപടികളാവുക. സ്വാലിഹ, അതായത് ഇപ്പോൾ ഏകദേശം സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി അങ്ങോട്ട് പോകുന്നതോറും ഇരുട്ട് കയറുന്ന ഒരു സാഹചര്യം കൂടിയില്ലേ? രാത്രികാലങ്ങളിലും ഇതിനെ നിരീക്ഷിക്കാനുള്ള സംവിധാനം വനം വകുപ്പിന് ഉണ്ടായിരുന്നു. അവർ രാത്രിയിലും ഇതിനെ നിരീക്ഷിച്ചായിരുന്നു. മഴയായിരുന്നു പ്രതികൂലം ഉണ്ടായിരുന്നത്. ഇന്ന് മഴ മാറി നിന്നതോടെയാണ് സംഘത്തിന് തിരച്ചിൽ വേഗത്തിൽ നടത്താൻ സാധിച്ചത്. എങ്കിലും മുൻപ് സാധിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവസം ഒരു പശുക്കുട്ടിയെ ഈ ഭാഗത്ത് കൊണ്ടുപോയി നിർത്തിയിരുന്നു. കൂടിന് പുറത്തായി സ്ഥാപിച്ച് എല്ലാ കുട്ടിയെ നിർത്തിയിരുന്നു. അതിന് മുകളിൽ ഈ കൂട് കെട്ടി മരത്തിന് മുകളിൽ ഹട്ട് കെട്ടി നിന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കും. അതായത് രാത്രിയിലാണെങ്കിൽ പോലും കടുവ വെടിവെക്കാൻ മയക്കുവെടി വെക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ശരി, വ്യക്തമാണ് സ്വാലിഹ്. എന്തായാലും മലപ്പുറം കാളിക്കാവിൽ നരഭോജി കടുവയെ കണ്ടെത്തിയിരിക്കുന്നു. മയക്കുവെടി വെക്കാനുള്ള ദൗത്യ സംഘം പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കേരള എസ്റ്റേറ്റിന് സമീപം മദാരി എസ്റ്റേറ്റിലെ എസ് വളവിലാണ് കടുവയെ കണ്ടത്. എന്തായാലും ഇപ്പോൾ എത്ര രാത്രിയായാലും കടുവയെ വെടിവെക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് സ്വാലിഹ് ഇപ്പോൾ പറയുന്നത്.